ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ കൂന്തൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കുക. ഇതേപോലെ ചെറിയ കൂന്തലായതുകൊണ്ട് ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂന്തൽ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് അത് മാറ്റിയ ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 3 വിസിലടിപ്പിച്ച് 3 വിസിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടും. പൊട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലടിച്ച് ഇറക്കി വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് സാധാരണ കറികൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കറുത്ത വശമൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കറി കാണാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് ഇതേപോലെ ഇത്തിരി നീളത്തിലിട്ട് പോവുക. അപ്പം നല്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റിന്. അപ്പം നന്നായിട്ട് അതൊന്ന് മൊരിയുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഫ്രൈ ആയി വരട്ടെ. അപ്പം ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. അപ്പം നേരത്തെ നമ്മൾ കുരുമുളക് ചതച്ചത് ഇട്ടാണ് കൂന്തൽ റോസ്റ്റ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് മുളകൊക്കെ ചേർക്കാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ എരിവുള്ള ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അധികം ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് സാധാരണ കഴിക്കാനാണെങ്കിൽ ഇത്രയൊക്കെ മതിയാവും. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തക്കാളിയുടെ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി വഴറ്റിയ ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. 3 വിസിൽ തന്നെ കൂന്തൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അത് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഈ കൂന്തലും ഈ എണ്ണയിൽ കിടന്നൊന്ന് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് നമുക്കിനി ഗ്രേവിക്ക് ആവശ്യമായ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്താലേ നമുക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് അത് ഗ്രേവി പരുവത്തിലായിട്ടുണ്ടാവും. ഒന്ന് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട്
ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുളി ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനെ കൂടി അപ്പത്തിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയായി കഴിക്കാൻ പറ്റും നല്ലൊരു റോസ്റ്റാണ്. ഇതേപോലെ ഇപ്പോൾ കൂന്തലൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഗ്രേവിയിൽ ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ തേങ്ങ വറുത്തരക്കാതെ തന്നെ നല്ലൊരു ഗ്രേവി കറി നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.